വോട്ടെടുപ്പ് കഴിഞ്ഞ് ജനവിധി അറിയാനുള്ള കാത്തിരിപ്പിലാണ് കേരളം. നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലത്തിന്റെ അതിർത്തിയിലാണ് കന്യാകുമാരി ജില്ലയിലെ കിള്ളിയൂർ. ഒരു റോഡിന്റെ ഇരുവശത്തുമായി രണ്ടു സംസ്ഥാനങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങൾ. കിള്ളിയൂരിലെ തെരഞ്ഞെടുപ്പ് വർത്തമാനങ്ങളിലേക്ക് ഒന്ന് പോകാം. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വോട്ടെണ്ണലിന് വേണ്ടി കാത്തിരിപ്പാണ്. ആര് ജയിക്കുമെന്ന വലിയ ആകാംക്ഷയിലാണ് കേരളത്തിലെ ജനങ്ങളും അതുപോലെ തന്നെ മുന്നണികളുമെല്ലാം. ഞാനുള്ളത് ഇപ്പോൾ കേരളത്തിലാണ്. കേരളം എന്ന് പറയുമ്പോൾ നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഒരു പ്രദേശം. പക്ഷേ ഇവിടെ ഈ പ്രദേശത്തെ ഈ ഒരു കട സ്ഥിതി ചെയ്ത സ്ഥലം മാത്രമാണ് കേരളത്തിലുള്ളത്, നെയ്യാറ്റിൻകര മണ്ഡലത്തിലുള്ളത്. അതിന് പുറകുവശത്ത് ഈ കടയ്ക്ക് ഒരു ചെറിയൊരു ചായക്കടയും പഴക്കടയും ഒക്കെയാണ്. തൊട്ട് പിന്നിൽ വന്നാൽ അവിടെ തമിഴ്നാടിന്റെ പ്രദേശമാണ്. തമിഴ്നാട് കന്യാകുമാരി ജില്ലയിൽപ്പെട്ട കിള്ളിയൂർ നിയമസഭാ മണ്ഡലമാണ്. ഈ കടയുടെ തൊട്ടു പുറകിൽ വരുന്ന സ്ഥലങ്ങൾ മുഴുവൻ ഈ ഭാഗമൊക്കെ വരുന്നത് കിള്ളിയൂർ മണ്ഡലമാണ്. നമുക്ക് അവിടെ തന്നെ തൊട്ടടുത്ത് ഈ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നതിന്റെ ബാക്കിയായി എൻ ശക്തന്റെ ആൻസറിന്റെ നെയ്യാറ്റിൻകര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളൊക്കെ കാണാം. ഈ ഭാഗം മാത്രമാണ് കേരളം വരുന്നത്. അത് പിന്നിട്ടാൽ ഈ റോഡിന്റെ ഈ ഭാഗത്ത് കേരളം വരുമ്പോൾ തൊട്ട് വലതുവശത്ത് ഒരു റോഡ് ഒന്ന് ഇപ്പുറത്തേക്ക് മാറിയാൽ ഈ ഭാഗം വരുന്ന തമിഴ്നാടാണ്. ഡാൻ കുര്യൻ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഡാൻ, നമ്മൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ദിവസങ്ങളാവുന്നേ ഉള്ളൂ. ഇനി ഇവിടെ വോട്ടെണ്ണം കാത്തിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ ഈ നമ്മുടെ തൊട്ടടുത്ത്, അതായത് കുറച്ചു ദൂരം മാറിയാൽ കേരളമാണ്, നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലമാണ്. ഇവിടെ ഒരു വ്യത്യാസം എന്താണ് കാണുന്നത്? ഇവിടെ നമ്മുടെ നിശബ്ദ പ്രചാരണത്തിന് ദിവസം എന്താണോ പ്രതീതി, അതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം തോന്നുന്നു. കാരണം ഒരു ബഹളങ്ങളില്ല, അല്ലെങ്കിൽ ആൾത്തിരക്കില്ല. പാർട്ടി പ്രവർത്തകർ കൂടി നിന്ന് ഈ ഇലക്ഷനെ പറ്റി ചർച്ച ചെയ്യുന്നില്ല. എല്ലാം വളരെ സാധാരണമായ കാഴ്ചകൾ മാത്രം. അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അതെങ്ങനെ മുമ്പോട്ട് പോകാൻ. ഇപ്പൊ ഒരു റോഡിന്റെ അപ്പുറവും ഇപ്പുറവും രണ്ട് സംസ്ഥാനങ്ങളാണ്, നിയമസഭാ മണ്ഡലങ്ങളൊക്കെയാണ്. ഇത് ഒരു വശത്ത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഇനി നടക്കാൻ പോവുകയാണോ എന്ന് തോന്നും. കാരണം ഈ പോസ്റ്റർ കാണുമ്പോൾ അതെ അതെ, ഇവിടെ നമുക്ക് എവിടെ ഒരു പോസ്റ്റർ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടെ നിന്ന് ഉള്ളിലേക്ക് പോയാലേ അത് ഉള്ളൂ എന്നാണ് പറയുന്നത്. എന്റെ പേര് വേലിക്കുട്ടി. തമിഴ്നാട്ടിലാണ്. നേരത്തെ കേരളത്തിലായിരുന്നു അല്ലേ? ജനിച്ചത് അവിടെയാ. എവിടെയായിരുന്നു? നമ്മുടെ കുളത്തൂര്. കുളത്തൂര് അവിടെയാണ്. എത്ര നാളായിട്ട് ഇവിടെ ഉണ്ട്? എത്ര നാളായിട്ട് ഇവിടെ വന്നിട്ട് തമിഴ്നാട്ടിൽ? ഞാൻ എന്റെ കുട്ടിപ്രായത്തെ വന്നു, ഒരു 5 വയസ്സ് പ്രായത്തില്. എങ്ങനെയുണ്ട് ഇവിടെ ഇവിടുത്തെ ഇലക്ഷനൊക്കെ? ഭരണമൊക്കെ സ്റ്റാലിന്റെ ഭരണമൊക്കെ എങ്ങനെയുണ്ട്? സ്റ്റാലിന്റെ ഭരണം ഇതുവരെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം 10 വർഷം 5 വർഷം കഴിഞ്ഞല്ലോ. ഇത് എന്റെ ഇരിക്കുന്ന 2ാമത്തെ പീരീഡാണ്. പ്രശ്നമൊന്നുമില്ല. വലിയ ആംഗങ്ങളും ഉള്ളതുപോലെയൊക്കെ കഴിഞ്ഞു വിടുന്നു. പെൻഷനൊക്കെ തരുന്നില്ലേ? പെൻഷനൊന്നും ഒരു കുറവില്ല. ഇല്ല. പെൻഷൻ എന്തൊക്കെ പെൻഷൻ ഉണ്ട്? നമുക്ക് വീട്ടിൽ 5 കിലോ അരി ഒരു കാർഡിന്, ഒരാളിന് 5 കിലോ അരി. പിന്നെ പെണ്ണുങ്ങൾക്ക് 1000 രൂപ മാസം റേഷൻ കട വഴി. പിന്നെ വണ്ടി ഫ്രീ, ചെറിയ റൂട്ടുകളല്ല ബസ്സിൽ. പിന്നെ ഇനിയിപ്പോ ഇതൊക്കെ ഇനി ആര് വരുന്ന സർക്കാർ ചെയ്യാൻ പോകുന്നു? കുളത്തിലുണ്ടെങ്കിൽ പടയിൽ പായൂ. കുളത്തിലുണ്ടെങ്കിലേ പടയിൽ പായും. അപ്പൊ സ്റ്റാലിൻ തന്നെ വീണ്ടും പായും. അതൊന്നും എനിക്ക് പറയാ, ഞാൻ അറിയലല്ല. അത് ജനങ്ങളെ സിനിമാ നടൻ വിജയൊക്കെ മത്സരിക്കുന്ന അത് അവൻ ഇടയിൽ വന്ന് ഇടയിൽ പോകും. അവന് ഇതെല്ലാം അറിയാമോ? നടിയർ നടിച്ചവൻ മറ്റോ തന്തൻ അതില് തന്തയായിട്ട് അടിപെട്ട് തേറിയവരാണ്. കാര്യമില്ല. ഇല്ല. ജയലളിതയുടെ പാർട്ടിയൊക്കെ എപ്പോഴും ഇല്ലേ? ജയലളിത പോയില്ലയോ ഈ നാട് വിട്ട്? ചത്തവന്റെ ജാതം എഴുതിയിട്ട് കാര്യം എന്തുവാ? ചത്തവൻ പോയി. ഞാൻ വളരെ രസകരമായ പ്രതികരണമാണ് ഇദ്ദേഹത്തിന്. ഈ ചായ ഗ്ലാസ് ഇത് ഒരു നമ്മളവിടെ എവിടെ പോയാലും കഴിപ്പും കുടിപ്പും ഒക്കെയാണ് പ്രധാനമായിട്ട് പറയുന്നത്. അതെ, അതായത് നമ്മളവിടെ ജ്യൂസിന് കൊടുക്കുന്ന ഗ്ലാസ് ആയിരുന്നു, ഇവിടെ ചായ കൊടുക്കുന്നത് ഈ ഗ്ലാസ്സിലാണ്. അതായത് നമ്മുടെ എത്ര രൂപ ചായക്ക്? എത്ര വില? ബൂസ്റ്റ് എത്രയാണ് വില? ചായക്ക് എത്ര വില? ചായക്ക് 10. നമ്മളവിടെ ബൂസ്റ്റിന് 20 രൂപയാണ് ചെറിയൊരു ഗ്ലാസ്. അപ്പോഴാണ് ഈ വലിയ ഗ്ലാസ്സിൽ തമിഴ്നാട്ടിലേക്ക് താമസം മാറാനുള്ള ആഗ്രഹം. കാരണം ഇദ്ദേഹം പറയുന്ന കേട്ടിട്ട് അതെ അതെ അതെ, ഈ ബസ്സിന്റെ പൈസയൊക്കെ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു നാട് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് പറയുമ്പോഴേ അതിനായി കോൺഗ്രസ് ഒരു പക്ഷേ ഈ പ്രകടന പത്രികയിലെ വാഗ്ദാനമായിട്ട് കൊണ്ടുപോകും. എങ്ങനെ ഓട്ടോറിക്ഷക്കാർക്കൊക്കെ എവിടെ കൊണ്ട് തിരഞ്ഞെടുപ്പ് പോയപ്പം എങ്ങനെ? ഓട്ടോറിക്ഷക്കാർക്കൊക്കെ കുഴപ്പമില്ല, നല്ലതാണ്. വീട്ടിലെ പെണ്ണുങ്ങൾക്ക് 1000 രൂപ കിട്ടുന്നുണ്ട്. പിന്നെയും സ്റ്റാലിന്റെ ഘടകകക്ഷികളൊക്കെ ചേർന്നിട്ട് 21 കക്ഷികളുണ്ട്. അവർ തന്നെ ജയിക്കും. ഇവിടെ കോൺഗ്രസ് എം എൽ എ രാജേഷ് കുമാർ കിള്ളിയൂർ അങ്ങനെ തന്നെ ഒരു വലിയ ഭൂരിപക്ഷം അല്ലെങ്കിലും
ഒരു ഭൂരിപക്ഷത്തിൽ ജയിക്കും. എങ്ങനെയാണ് ഇവിടുത്തെ ഈ കച്ചവടം? ചായയുടെ വലിയ ഗ്ലാസ്സൊക്കെ നമ്മൾ അവിടെ ജ്യൂസ് കുടിക്കുന്ന ഗ്ലാസ്സിലാണ് ഇവിടെ ചായ കൊടുക്കുന്നത്. അതെങ്ങനെയാണ്? പശുമ്പാലാണ്, വെള്ളം ഒഴിക്കത്തില്ല. അപ്പോൾ വി അരുണും ഡാൻ കുര്യനുമാണ് കിള്ളിയൂരിലെ തെരഞ്ഞെടുപ്പ് വർത്തമാനങ്ങളുമായി ചേർന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.